ഹലോ മൈ സ്വീറ്റ് ഹാർട്സ്, വെൽക്കം ബാക്ക് ടു രേഷ്മ ഷാദുൽ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായി. കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ ഒത്തിരി തവണ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇന്ന് കേര മീനിൻ്റെ അച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന 1 kg കേരയാണ്, നല്ല ഫ്രഷ് കേര. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി കുഞ്ഞു പീസാക്കി അതിൽ ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ഇവിടെ 1 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം തിരുമ്മി മാറ്റി വയ്ക്കുക. ഞാൻ ഇവിടെ എല്ലാത്തിൻ്റെ എക്സാക്റ്റ് അളവൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടുമല്ലോ. ശേഷം ഒരു ഉരുളിയോ അടികട്ടിയുള്ള പാത്രമോ എടുത്തിട്ട് 1 കപ്പ് റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എല്ലാം വറുത്തെടുത്തത്. ഒരു കിലോ കേര ഉള്ളത് കൊണ്ട് തന്നെ 2-3 സെറ്റായിട്ടാണ് ഞാൻ വറുത്തെടുത്തത്. എല്ലാം കൂടെ ഒരുമിച്ചിടുകയാണെങ്കിൽ ഉള്ളൊന്നും നല്ലോണം വെന്ത് കിട്ടത്തില്ല. അതുമല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ചീത്തായി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ മീനൊക്കെ നല്ലോണം വറുത്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ശേഷം മീൻ വറുത്ത സെയിം ഉരുളിയിൽ തന്നെ 1/2 കപ്പ് റൈസ് ബ്രാൻ ഓയിലും 2 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തു. നല്ലോണം കടുക് പൊട്ടിയതിന് ശേഷം 3 കുടം വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി കുഞ്ഞായിട്ട് കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഒപ്പം 10 പച്ചമുളകും കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലോണം വറുത്തെടുക്കണം. ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക്കും ഇഞ്ചിയും പച്ചമുളകും നല്ലോണം ഒന്ന് വഴണ്ട് വാടി വരുമ്പോൾ അതിൽ 3 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യണം. ഇത് നല്ലോണം ഡ്രൈ ആയി ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോൾ ഒരു 1/2 കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കേര ഫ്രൈ ഫുൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മുടെ മിക്സ് ഫുൾ കേര ഫ്രൈയിൽ പിടിക്കുന്ന രീതി നല്ലോണം ഇളക്കി കൊടുക്കണം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും 1 സ്പൂൺ ഉലുവാപ്പൊടിയും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി 2 വീക്സ് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. 1 വീക്ക് കഴിഞ്ഞോട്ട് നമുക്ക് കഴിച്ചു തുടങ്ങാം. എല്ലാം തയ്യാറായതിന് ശേഷം നമ്മളുടെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. മീനൊക്കെ നല്ലോണം ഉപ്പ് പിടിക്കണം. ഞാനിവിടെ ഒരു വലിയ ബോട്ടിലും ഒരു കുഞ്ഞു ബോട്ടിലും ആണ് ആക്കിയത്. എനിക്ക് ഒട്ടും ക്ഷമയില്ലായിരുന്നു. ഞാൻ ഈവനിങ് തന്നെ ടേസ്റ്റ് ചെയ്തു. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പിക്കിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ പറയണം. സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റ് ആണ്. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു.